തീരുമാനപ്രകാരം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖാമൂലം അവരെ അറിയിച്ചു, ഇമെയിൽ മുഖാന്തരം അറിയിച്ചിട്ടുണ്ടല്ലോ. അത് അറിഞ്ഞ സ്ഥിതിക്ക് ഒരു സ്ഥാപന മേധാവിയുടെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ആ സാധനം കപ്പ് ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ സ്റ്റാഫ് മീറ്റിങ്ങോ അല്ലെങ്കിൽ PTA എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങോ ഒന്നും പ്രധാനമില്ല. ആ ഒരു സ്ഥാപന മേധാവി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കപ്പ് ഇവിടെ എത്തിക്കണം. സാർക്ക് എന്ത് നടപടിയായാലും എടുക്കണം. കാരണം ഞങ്ങളിതിൽ ഒരു സെക്കൻഡ് നേരത്തെ ഞങ്ങളുടെ സ്കൂളിൽ ആ കപ്പ് എത്തേണ്ട സാധനമാണ്. അതിന് തീർച്ചയായിട്ടും അവിടെ ഞങ്ങളുടെ ആയിരക്കണക്കിനുള്ള കുട്ടികൾ, അവരുടെ അധ്യാപകർ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ കുടുംബം, ഇവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് കൊടുക്കണം എന്നുള്ള ഒരു അംഗീകാരമല്ല, അവിടെ ചർച്ച ചെയ്തിട്ട് കൂടുതൽ പരിഗണനയൊന്നുമില്ല. ഇങ്ങനെ തീരുമാനം വന്നിട്ട് ഔദ്യോഗികമായിട്ട് നെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് എന്നുള്ള അംഗീകാരം വാങ്ങി 2 ആകുമ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ സ്റ്റാഫിനെ മേധാവി പറഞ്ഞാൽ അതിനൊരു സാവകാശം നമ്മൾ കൊടുക്കണ്ടേ? ഇത്രയേ ഉള്ളൂ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിജയികളായ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് ട്രോഫി കൈമാറാത്തതിൽ ജനതാ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA ഭാരവാഹികളും പട്ടാമ്പി AE ഓഫീസിൽ പ്രതിഷേധിച്ചു. തുടർന്ന് AE ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഇന്നുച്ചയ്ക്ക് 2:30 ട്രോഫി ജനതാ സ്കൂളിൽ എത്തിക്കുമെന്ന് AEO ഉറപ്പ് നൽകിയതായി PTA പ്രസിഡന്റ് VTA കരീം പറഞ്ഞു. നടുവട്ടം ജനതാ സ്കൂളിന് ലഭിക്കേണ്ടിയിരുന്ന കലാകിരീടം ചില കൃത്രിമ മാർഗത്തിലൂടെ മറ്റ് ചില സ്കൂൾ തട്ടിയെടുക്കുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കെതിരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AEOക്കും മറ്റ് മുഴുവൻ വിദ്യാഭ്യാസ മേധാവികൾക്കും സ്കൂളിൻ്റെ PTA-യുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയുണ്ടായി. AEOയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ PTMYHSന് ലഭിച്ച ട്രോഫി ഓവറോൾ കിരീടം നടുവട്ടം ജനതയ്ക്ക് തിരിച്ചു തരാനും ഒരു പൊതുധാരണയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജനതാ ഹൈസ്കൂൾ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രോഫി സ്വീകരിക്കലും കുട്ടികളുടെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. രാവിലെ 10 മണിക്ക് 10 മണിക്ക് ട്രോഫി കിട്ടുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ 11 മണിവരെയും ട്രോഫി സ്കൂളിൽ എത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ AEOനെ വന്ന് കാണാൻ ഇടയായത്. AEOയിൽ നിന്ന് ലഭിച്ച മറുപടി PTMYSSൽ നിന്നും ഇതുവരെ ട്രോഫി AEO ഓഫീസിൽ എത്തിയിട്ടില്ല എന്നും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വരാത്തതെന്നും അത് ഇന്ന് 2 മണിയോടുകൂടെ AEO ഏറ്റുവാങ്ങി ജനതാ സ്കൂൾ നൽകാമെന്നും ഏറ്റിട്ടുണ്ട്. AEOൻ്റെ ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങളുടെ രാവിലത്തെ പരിപാടി ഉച്ചയ്ക്ക് 3 മണിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. സംശയം തോന്നിയ രക്ഷിതാവിന്റെ പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് കലോത്സവ വിധിയിൽ അട്ടിമറി നടന്നതായി കഴിഞ്ഞ ദിവസം പട്ടാമ്പി AEO കണ്ടെത്തിയത്. എടപ്പലം യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി അധ്യാപകർ തന്നെ നേരിട്ട് നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മത്സരഫലങ്ങളിൽ ക്രമക്കേട് നടത്തി പട്ടാമ്പി AEOയുടെ കണ്ടെത്തൽ. ക്രമക്കേട് നടത്തിയവർക്കെതിരെ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് രക്ഷിതാവ് ഷാജി മേനോൻ പറഞ്ഞു. കലാകിരീടം അത് അർഹതപ്പെട്ട ജനതാ സ്കൂളിൻ്റെ മണ്ണിലേക്ക് എത്തണം. രണ്ടാമത് അതിൽ A ഗ്രേഡ് തിരുത്തി B ഗ്രേഡ് ആക്കിയിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് അത് അടിയന്തരമായിട്ട് കുട്ടികളുടെ ഇപ്പോൾ അധ്യയന വർഷം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് എത്രയും പെട്ടെന്ന് എത്തണം. പിന്നെ മൂന്നാമത് വളരെ ശക്തമായിട്ട് ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ള ആരാണെങ്കിലും മുഖം നോക്കാതെ മാതൃകാപരമായ അച്ചടക്ക നടപടി സ്വീകരിച്ചേ മതിയാവുള്ളൂ. നാളെ ഇത് ആവർത്തിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് വേറെ ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമുക്ക് കുറയ്ക്കാൻ എന്തെങ്കിലും ഇത് പറയാം തെറ്റാണെങ്കിലും, പക്ഷേ ഇത് അധ്യാപകർ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃകയാവേണ്ട ആൾക്കാരാണ്, നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കേണ്ടതാണ്. അവിടെ ഒരു കുട്ടിയുടെ കഴിവിനെ കുറച്ച് ഇകഴ്ത്തി ഇത്തരത്തിലുള്ള കലാമേളകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെ മാതൃകാപരമായിട്ട് ഏതൊക്കെ തരത്തിൽ അച്ചടക്ക നടപടിയുണ്ടോ അത്തരത്തിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നാണ് രക്ഷിതാവ് എന്നുള്ള എനിക്ക് പറയാനുള്ളത്. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ, 12 മാസ കാലാവധി.
കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.